പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്നേഹസ്സലാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് ഷാർജയിലുള്ള ഡിസർട്ടിലാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണത്. ഇപ്പോൾ ചൂടൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ്. മരുഭൂമിയുടെ ഈ സ്വർണ്ണ നിറമുള്ള മണൽത്തരികളിലൂടെ നടക്കാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണത്. കണ്ടില്ലേ, മരുഭൂമിയിലൂടെ വണ്ടികൾ ഓടിച്ച് റഫദ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വളരെ മനോഹരമായിട്ടുള്ള പ്രിയമുള്ളവരെ, അപ്പോൾ എല്ലാവരും നല്ല എൻജോയ്മെൻറ്റ് മൂഡിലാണ്. കാലാവസ്ഥ നല്ല അനുകൂലമാണ്. കാരണം ചൂട് നല്ല കുറവായതുകൊണ്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇരിക്കാവുന്നതാണ്. ഒരുപാട് നോക്കത്താ ദൂരത്ത് എടുക്കുകയാണ് മരുഭൂമി. പക്ഷേ മരുഭൂമിയിൽ പോകുന്നവർ ശ്രദ്ധിക്കണം. മരുഭൂമിയിലൊക്കെ ചില കാലഘട്ടങ്ങളിൽ ഒരു തരം പാമ്പ് ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ കണ്ടില്ല, ആടുജീവിതത്തിലൊക്കെ നമ്മൾ കണ്ടില്ല ഒരു തരം പാമ്പിനെ. അതിങ്ങനെ ജനങ്ങളിങ്ങനെ പോകുന്ന സ്ഥലത്തൊന്നും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ എല്ലായിടത്തേക്കും പോകാറില്ല. അതിനായിട്ട് പ്രത്യേകിച്ച് പറ്റിയ സ്ഥലത്താണ് നമ്മൾ പോകുള്ളൂ. അപ്പം അവിടെ ഒന്നും കാണില്ല. എന്നാലും അങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കുക. ബൂട്ട് പോലുള്ള എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും മരുഭൂമിയിൽ എപ്പോഴും നല്ലത്. നഗ്നപാതരായിട്ട് നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മണ്ണിൻ്റെ കളറുള്ള ഒരു തരം പാമ്പാണത്. നല്ല ഉഗ്രവേഷമുള്ളതാണ്. നമുക്കത് പെട്ടെന്ന് കാണാൻ പറ്റില്ല. വളരെ ഫാസ്റ്റായിട്ട് മരുഭൂമിയിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. നമ്മുടെ സുഹൃത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് വരുന്നതായിരിക്കും. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ, ഇതിൻ്റെ ലൊക്കേഷനോ കാര്യങ്ങളോ ആവശ്യമുള്ളവർക്ക് ചോദിച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഷാർജയിലാണത്. ഈ സ്ഥലത്തിൻ്റെ പേര് റഫദ എന്നുള്ളതാണ്. ഓരോ സമയങ്ങളിലൊക്കെ വരാറുണ്ട്. ആക്ച്വലി ഇത് റമദാൻ്റെ മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ഇതിനെ കുറിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരും ഇവിടെ വന്നിട്ടുള്ളവരും ഒക്കെ കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അറിയാവുന്ന അറിവുകളും രേഖപ്പെടുത്തുക. ഇവിടെ വലിയൊരു മരം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ഏരിയയിൽ ആകെയുള്ളൊരു മരമാണ്. എന്തായാലും വീഡിയോ കണ്ട് എൻജോയ് ചെയ്യാം.